ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞ്. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. നോക്കണം, സ്തോത്രം. 2024 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ ജഡാവതാരമെടുത്ത് മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് അനേകം രോഗികളെ സൗഖ്യമാക്കി. ആമേൻ. അനേകം രോഗികളെ സൗഖ്യമാക്കി. അനേകം ഭൂതഗ്രസ്തരായവരിൽ നിന്നും ഭൂതങ്ങളെ പുറത്താക്കി. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കർത്താവ് ചെയ്തു. സ്തോത്രം. എന്നാൽ ആമേൻ, സ്തോത്രം, അതേ സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, യേശു ദൈവപുത്രൻ ആയിരുന്നു. സ്തോത്രം. ദൈവത്തോടുള്ള സമത്വത്തിൽ ഇരുന്ന കർത്താവായ യേശു ഈ ലോകത്തിലേക്ക്, സ്തോത്രം, ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അഥവാ ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. ആമേൻ. ആ വന്ന കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തികളും ചെയ്യുവാൻ ഇടയായി. ആമേൻ. ദൈവത്തോടുള്ള സമത്വത്തിൽ ലോക സ്ഥാപനത്തിന് മുൻപേ പിതാവിനോടൊപ്പം ഇരുന്ന കർത്താവായ യേശു. ആമേൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം അഥവാ, സ്തോത്രം, അതിൽ ആമേൻ, ഹല്ലേലൂയ, രണ്ടാമനായി അല്ലെങ്കിൽ ആമേൻ, സ്തോത്രം, ആ തുല്യതയിൽ നിന്ന കർത്താവായ യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവമായ യേശു, ദൈവത്വമുള്ള യേശു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ലോക ജനതയുടെ ആമേൻ വീണ്ടെടുപ്പിനായി, രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്. ആമേൻ. ഇറങ്ങി വന്ന കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിന് രോഗികളെ സൗഖ്യമാക്കേണ്ടതായിരുന്നു, വേണ്ടി വന്നു. ഭൂതങ്ങളെ പുറത്താക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. ഹലോ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. യേശുവിന് രോഗികളെ സൗഖ്യമാക്കണമായിരുന്നു. യേശുവിന് ഭൂതങ്ങളെ പുറത്താക്കണമായിരുന്നു. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമായിരുന്നു. അത് യേശു ചെയ്യുക തന്നെ ചെയ്തു. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, യേശു അത് സ്വയമായി അല്ല ചെയ്തത്. എല്ലാവരും ശ്രദ്ധിക്കണം. ആമേൻ. 3.5 കൊല്ലത്തെ പരസ്യ ശുശ്രൂഷയിൽ യേശു സ്വയമായി ഒരു രോഗിയെയും സൗഖ്യമാക്കിയില്ല. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? എത്രവർക്ക് മനസ്സിലാവുന്നു എനിക്കറിയില്ല. യേശുവിനെ സ്വയമായി ഒരു രോഗികളെയും സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഹലോ. യേശു സ്വയമായി ഒരു പച്ചവെള്ളത്തെയും വീഞ്ഞാക്കിയില്ല. യേശു സ്വയമായി, ആമേൻ, ഒരു മരിച്ചവനെ ഉയർപ്പിച്ചില്ല. പകരം നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു എവിടെയൊക്കെ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടോ, യേശു എവിടെയൊക്കെ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടോ, യേശു എവിടെയൊക്കെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ടോ, യേശു എവിടെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് അഥവാ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം കാണുന്നു. ഹല്ലേലൂയ. നാം വായിച്ച ലൂക്കോസ് 5:17 നാം ഇങ്ങനെ വായിക്കുന്നു, സൗഖ്യം ആക്കുവാൻ കർത്താവിന്റെ ശക്തി യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരാമേൻ പറഞ്ഞേ. ആമേൻ. ആമേൻ. സ്തോത്രം. ശക്തി കൂടെ ഇല്ലാതെ യേശു ഒരു രോഗിയും സൗഖ്യമാക്കാൻ യേശുവിന് കഴിഞ്ഞില്ല. ശക്തി കൂടെ ഇല്ലാതെ ഒരു ഭൂതത്തെയും യേശുവിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഈ 2025 ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ, ആമേൻ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ആ ശക്തി നമ്മളോട് കൂടെ
ഇല്ലെങ്കിൽ നമുക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സാക്ഷാൽ യേശുവിന് ശക്തി കൂടെ ഇല്ലായിരുന്നെങ്കിൽ, യേശുവിനൊന്നും ചെയ്യാൻ കഴിയാതിരുന്നു എങ്കിൽ, ഇന്ന് പകൽ മനസ്സിലാക്കുക, ആ ശക്തി കൂടെ ഇരുന്നപ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ 2025 ആ കർത്താവിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലിരുന്നാൽ, നമ്മോട് കൂടെ ഇരുന്നാൽ, ഈ ദിവസങ്ങളിൽ നാം ഉപയോഗിക്കപ്പെടാൻ പോകുകയാണ്. യെസ്, ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ആമേൻ. ഞാൻ ഊന്നി പറയുന്നു, സ്വയമായി യേശുവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി അഥവാ കർത്താവിന്റെ ശക്തി യേശുവിനോട് കൂടെ ഇരുന്നത് കൊണ്ട് യേശുവിന് രോഗികളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞു. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ കർത്താവിൽ പ്രയോജനപ്പെടണമെന്ന്, ദൈവത്തിന്റെ കൃപയാൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് എനിക്ക് സ്വയമായി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മോട് കൂടെ ഇരുന്നാൽ ഈ നാളുകളിൽ നാമം രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും നാം ചെയ്യാനിടയാകും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശക്തി നമ്മളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിന്റെ ശക്തി നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, യേശുവിനോട് കൂടെ ഇരുന്നത് പോലെ കർത്താവിന്റെ ശക്തി നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ ഈ ശക്തി നമ്മളോട് കൂടെ ഇരുന്നാൽ അസാധ്യങ്ങൾ സാധ്യമാകും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നു. ആ ശക്തി ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ഇറങ്ങി ചലിക്കുന്നത്. ഈ ശക്തി ഈ വചനം കേൾക്കുന്ന സകല വ്യക്തികളുടെ മേലും, ഈ വചനം കേൾക്കുന്ന സകലമാരുടെ മേലും ഈ ശക്തി ഈ പകൽ വ്യാപരിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ശക്തി യേശുവിനോട് കൂടെ ഇരുന്നു. എന്നാൽ 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ന് വായിച്ചേ. 6-ാം അധ്യായം 19-ാം വാക്യം, ലൂക്കോസ് 6:19. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട്, ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. ഒരാമേൻ പറഞ്ഞേ. ഈ ശക്തിയുടെ ഒരു പ്രത്യേകതയാണ്, ഈ ശക്തി പുറപ്പെടുന്ന ശക്തിയാണ്. ഓ ഗ്ലോറി. ഈ ശക്തി പുറപ്പെടുന്ന ശക്തിയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇതെങ്ങനത്തെ ശക്തിയാണ്? ഇത് ഒരിടത്തും മാത്രം ഇങ്ങനെ നിൽക്കുന്ന ശക്തിയല്ല. ഓ ആമേൻ, സ്തോത്രം. ഇത് പുറപ്പെട്ടു ചെല്ലുന്ന ശക്തിയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാനിവിടെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അറിയാത്ത ചില മേഖലകളിൽ പോലും ഇന്ന് പകൽ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കാത്ത പല മേഖലകളിൽ പോലും ഇന്ന് പകൽ ഈ വചനത്തിന്റെ ശക്തി പുറപ്പെട്ടു ചെല്ലുന്നത്. എത്ര പേരുന്ന മകൾ ഇത് അനുഭവിക്കുന്നു? ഏതൊക്കെയോ ചില മേഖലകളിൽ, ഏതൊക്കെയോ ചില വിഷയങ്ങളിൽ ഈ ശക്തി ഇന്ന് മകൾ പുറപ്പെട്ടു വരുന്നു. ഓ, സ്തോത്രം. ശ്രദ്ധിക്കണേ, അവിടെ എഴുതിയിരിക്കുന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു എല്ലാവരെയും. ഹലോ, ഈ ശക്തി എല്ലാവരെയും, ഒരാമേൻ പറയാൻ പറ്റുമോ? ഈ ശക്തി എല്ലാവരെയും. ആമേൻ. ഇന്ന് പകൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശക്തി, യേശുവിൽ ഉണ്ടായിരുന്ന ശക്തി, അത് പുറപ്പെട്ട്. ഒരാമേൻ പറയാൻ പറ്റുമോ? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ആവർത്തിച്ച് പറയുന്നു, യേശുവിൽ മാത്രമല്ല ആ ശക്തി നമ്മളോട് കൂടെ ഇരുന്നാൽ, അത് നമ്മിൽ നിന്ന് പുറപ്പെട്ടാൽ, ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകുന്നത് പോലെ, ഭൂതങ്ങൾ പുറത്തു പോകുന്നത് പോലെ, അത്ഭുതങ്ങളും അടയാളങ്ങളും
അത്ഭുതങ്ങളും നടക്കുന്നത് പോലെ ഈ ശക്തി വേണ്ടവരെന്ന് പകൽ ആത്മാവിൽ പ്രതികരിച്ചു. യേശുവിന്റെ നാമത്തിൽ ഈ ശക്തി ഇന്ന് പകൽ ഇതിനകത്ത് പുറപ്പെടാൻ പോകുകയാണ്. ശ്രദ്ധിക്കണേ, ഈ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും എന്ത് ചെയ്തു? എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു. എന്ത് ചെയ്യാൻ ശ്രമിച്ചു? തൊടുവാൻ. അപ്പൊ ഈ ശക്തി പുറപ്പെടാൻ തൊട്ടാൽ മതി. തൊട്ടാൽ മതി. ഈ ശക്തിയുടെ പ്രത്യേകത എന്താ? തൊട്ടാൽ മതി. ഈ തൊട്ടാൽ പുറപ്പെടുന്ന, ഓ ജീസസ്, ഞാനിന്ന് പകലൊരു ഭയങ്കരമായൊരു വിശ്വാസത്തിന്റെ കൈമാറ്റം ഈ ഹോളിൽ നടക്കണം. ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വെറുതെ ഒരു പ്രസംഗമായി കേട്ടുപോകല്ലേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ശക്തി ചിലരിൽ നിന്ന് പുറപ്പെടുന്നത്, അങ്ങനെ ഒരു പ്രതീതി, അങ്ങനെ ഒരു മിനിസ്ട്രി ഈ ദിവസങ്ങളിൽ ഓപ്പൺ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദാഹത്തോടെ ഞാൻ പ്രസംഗിക്കുന്നു. ഇന്ന് പകൽ നമ്മെ തൊടുമ്പോൾ തന്നെ പുറപ്പെടുന്ന ഒരു ശക്തി. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകല് സ്തോത്രം. ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്തോത്രം. എത്ര പേർ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ട കാര്യമാണ്. ആമേൻ, സ്തോത്രം. ഏതോ ഒരു രാജ്യത്ത് ഒരു അഭിഷിക്തൻ ശുശ്രൂഷിപ്പാൻ നിൽക്കുന്നു. അദ്ദേഹം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യക്തമായി ആ ഹോളിൽ ഇറങ്ങി. ആ ഒരു ഓഡിറ്റോറിയം കംപ്ലീറ്റ്ലി ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടു. അന്തരീക്ഷം ആത്മാവേറ്റെടുത്തു. സ്തോത്രം. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന സംഭവം എന്നറിയോ? ഇദ്ദേഹത്തിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു വ്യക്തി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മനുഷ്യന് ഈ മെസ്സേജ് പറയുന്ന അഭിഷിക്തന്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അടുത്ത് നിൽക്കും, ഇദ്ദേഹം തെറിച്ച് ചെന്ന് വീഴും. അദ്ദേഹം അവിടെ കിടന്ന് ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ജനത്തിന് നിൽക്കാൻ പറ്റുന്നില്ല. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അടുത്ത് വരുന്നവരിലേക്ക് ഈ ആത്മാവ് ചലിക്കാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. ഇന്ന് പകല് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ആമേൻ, സ്തോത്രം, തൊടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറയുന്നു, അവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിൽ അധികം ഞാൻ വിശ്വസിക്കുന്നു. അവൻ തൊടുമ്പോൾ മാത്രമല്ല, നിന്റെ സമീപത്ത് വരുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മാവിന്റെ ഒരു ഭയങ്കരമായ പവർ, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണ്. മിനിസ്ട്രി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നീ തൊടുന്നവരിലേക്ക്, നിന്നെ തൊടുന്നവരിലേക്ക് ഇന്ന് പകൽ പുറപ്പെട്ടു ചെല്ലുന്ന ഒരു ആത്മശക്തി ഏറ്റെടുക്കാൻ ഇതിനകത്താറുണ്ട്. പ്രതികരിക്ക. എല്ലാ പ്രസംഗത്തിനും പ്രതികരിക്കുന്ന പോലല്ല, എല്ലാ മീറ്റിംഗിലും കൈയടിക്കുന്ന പോലല്ല. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ. ഈ ഹോളിനകത്തെ ശക്തി ഇറങ്ങട്ടെ. വിട്ടുകൊടുക്ക. ഇന്ന് പല പ്രാപിക്കാൻ ഏൽപ്പിച്ചു കൊടുക്ക. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ രീതിയിൽ ദൈവശക്തിയുടെ കൈമാറ്റം. യെസ്, ഞാൻ പറയട്ടെ, നിനക്ക് പുറപ്പെട്ട് ചെല്ലാൻ കഴിയാത്ത പല മേഖലകളും നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് ചലിക്കാൻ പോവാ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി. ഓ ഹോ 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 ഹോ. സ്തോത്രം, സ്തോത്രം. കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകല് ഈ ശക്തി പുറപ്പെട്ടാൽ, ഈ ശക്തി പുറപ്പെട്ടാൽ, രാമൻ പറഞ്ഞാട്ടെ, ഒരുപക്ഷെ UK-യുടെ വിസ കിട്ടി കാണത്തില്ല, ഒരുപക്ഷെ അമേരിക്കയുടെ വിസ കിട്ടി കാണത്തില്ല. പക്ഷെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിക്ക് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയിൽ ചലിക്കാൻ കഴിയും, അമേരിക്കയിൽ പുറപ്പെട്ടു തരാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ഒരു വിസയുടെയും ആവശ്യമില്ല. ഇന്ന് പകൽ അങ്ങനെ ഒരു ശക്തി ഇന്ന് പകൽ ഇതിനകത്ത് സ്വീകരിക്കാൻ, ഇതിനകത്ത് സ്വീകരിക്കാൻ ആരും ഉണ്ട്. പിടിക 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 പിടിക. ഇന്ന് പകലത് വീഴുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന മാവുകൾ പോലെ ഇതിനകത്ത് ആത്മശക്തിയുടെ പ്രദർശനം, 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 ദൈവശക്തിയുടെ പ്രദർശനം, ദൈവശക്തിയുടെ പ്രദർശനം. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബലഹീനതകൾ അഴിയട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. അന്തരീക്ഷം മാറുന്നു, അന്തരീക്ഷം മാറുന്നു. ഇന്ന് പകൽ പ്രാപിക്കുന്നവർ പ്രാപിക്ക്, പ്രാപിക്കേണ്ടവർ പ്രാപിക്ക്. യേശുവിന്റെ നാമത്തിൽ കരമടിക്കേണ്ടവർ കരമടിക്ക്, നൃത്തം ചെയ്യേണ്ടവർ നൃത്തം ചെയ്യ്. ഇന്ന് പകൽ ദൈവശക്തി ഈ ഹോളിനകത്ത് ചലിക്കുന്നു, ദൈവശക്തി ഈ ഹോളിനകത്ത് ചലിക്കുന്നു. അടുത്ത മെസ്സേജിന് വേണ്ടി, അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരിക്കല്ല. ഇന്ന് പകൽ ഒരു ശക്തിയുടെ കൈമാറ്റം. ഓ ഹോ ഹോ ഹോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ പട്ടണത്തിൽ ദൈവശക്തിയുടെ ട്രാൻസ്ഫോമറായി, ദൈവശക്തിയുടെ ഒരു സ്രോതസ്സായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് പകൽ നിയോഗിക്കുന്നു. Oh, Rashasuriyan Taragal Kavana, Rakamazian Tulegala. Amen. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ മെസ്സേജ് കേൾക്കാൻ സാധാരണ പ്രതികരണം പോരാ. ഈ മെസ്സേജ് പിടിയിട്ടണമെങ്കിൽ സാധാരണ പ്രതികരണം പോരാ. ഇന്ന് പകൽ ഇത് പ്രസംഗം കേൾക്കാനല്ല ഇരിക്കുന്നേ. ഞാൻ വായിച്ചോളാം, ബൈബിൾ വായിക്കേണ്ടവൻ ഞാൻ വായിച്ചോളാം, മാറ്റിവെക്ക്. ഇന്ന് പകൽ ശക്തി ഏറ്റെടുക്കാൻ നോക്ക്, ശക്തി ഏറ്റെടുക്കാൻ നോക്ക്. ഈ ശക്തി ഇല്ലെങ്കിൽ, ഈ ശക്തി കൂടെ ഇരുന്നില്ലെങ്കിൽ ഒരു തലവേദനയെ പോലെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. ഈ ശക്തി നിന്റെ മേൽ ഉണ്ടായിരുന്നാൽ അത്ഭുതങ്ങൾ നടക്കും, അസാധ്യങ്ങൾ നിന്റെ മുമ്പിലില്ല. മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഈ ശക്തി ഉണ്ടതുകൊണ്ട് അവൻ ചെങ്കടലുകൾ എന്റെ മുമ്പിൽ വിഭജിക്കപ്പെട്ട്. എലീശയോട് പറയും, ഈ ശക്തി എന്റെ മേൽ വീണപ്പോഴാ ആമേ യോർദാനുകൾ എന്റെ മുമ്പിൽ വഴിമാറിയേ. ഇന്ന് പകൽ ആ ശക്തിയുടെ കൈമാറ്റം, ആ ദൈവശക്തിയുടെ കൈമാറ്റം ഈ ഹോളിനകത്ത് വിശ്വസിക്കുന്നവരുടെ മേൽ, സ്വീകരിക്കുന്നവരുടെ മേൽ ഈ പകൽ വീഴുകയാണ്. The power of the Holy Spirit. Oh. പ്രാപിക്ക്, 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 പ്രാപിക്ക്. അതിർ വരമ്പുകൾ പൊട്ടട്ടെ. ആരാധനയുടെ അതിർ വരമ്പുകൾ, ആരാധനയുടെ മേൽ അതിർ വരമ്പുകൾ ഇന്ന് പൊട്ടി. ആത്മനിറവിന്റെ ആരാധന, ഒരു തീയുടെ ആരാധന ഇപ്പോൾ അഗ്നിയായി, അഗ്നിയായി. The fire, the fire, fire. പ്രാപിക്ക്, 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 പ്രാപിക്ക്. Radha Rama Lagasia Rashadana Ragal Kamana Rashavan Hatare. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് നീ ഇറങ്ങി പോകുന്നത് തീയായിട്ട് വേണം, തീയായിട്ട് വേണം. യേശുവിന്റെ നാമത്തിൽ. Oh, Rakasiante
റഷതലകടക. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നമ്മുടെ പാസ്റ്റർമാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിലൊരു പാസ്റ്ററുണ്ട്, സന്തോഷ് പാസ്റ്റർ, സ്തോത്രം. കഴിഞ്ഞ പാസ്റ്റർ ചർച്ചിൽ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടന്നപ്പോൾ ആണെന്ന് തോന്നുന്നു, എന്നെ നോക്കിയൊരു ദൂത് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. ഞാൻ അപ്പോൾ വിചാരിച്ചു, മണ്ടത്തരമാണോ പാസ്റ്റർ പറയുന്നേ? ഈ വചനം കിട്ടിയപ്പോഴാ ഞാൻ ദൂത് പിടിച്ചേ. സത്യം തുറന്നു പറഞ്ഞ പാസ്റ്റർമാർ മുമ്പിൽ ഇരിക്കുക. ഞാൻ അന്ന് അപ്പോഴും ചിന്തിച്ചു, പാസ്റ്റർക്ക് ഈ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഞാൻ അദ്ദേഹം തെറ്റു പറ്റിയില്ലെന്നൊന്നും ഞാൻ അതിനൊന്നുമല്ല ഞാൻ പറയുന്നേ. ഞാൻ ഈ ദൂത് വായിച്ചത് മുതൽ ഞാൻ ആ ദൂതിനെ, അദ്ദേഹം പറഞ്ഞ ദൂതിനെ ഞാൻ പഠിച്ചു. ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ, സീസൺ ചേഞ്ച് ആവാൻ തുടങ്ങിയാൽ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല പിന്നെ കാര്യങ്ങൾ. I believe. I receive in the name of Jesus. എന്റെ കൂടെ ഇന്ന് പകല ദൂതിനെ പിടിക്കാൻ ഊരുകളിലോ, നിങ്ങളുടെ വിശ്വാസങ്ങൾ ഒരിക്കലും വായിക്കാം, ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ യേശു ചെന്നിടത്തൊക്കെയും അവർ, ജനത്തെക്കുറിച്ചാണ് പറയുന്നത്, അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വച്ചു. ചന്തകൾ സഭകളായെന്ന്, ചന്തകളിൽ രോഗശാന്തി വരണമെന്ന്. സീസൺ ചേഞ്ച് ആകട്ടെ. ഇന്ന് പകൽ വിശ്വസിക്കാറുണ്ട്. ഈ വചനം അതുപോലെ പിടിക്കാറുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ്റെ വസ്ത്രത്തിൻ്റെ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊടേണ്ടതിന് റിക്വസ്റ്റ് എഴുതി കൊടുത്തെന്ന്. അടുത്ത് പോകണ്ട, ദൂരെ ഒന്ന് കെട്ടിപ്പിടിക്കണ്ട, ദൂരെ നിന്നൊന്ന് തൊടാൻ അവിടെ എഴുതിയിരിക്കുക. തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെ സൗഖ്യം വരികയും ചെയ്തു. ലൂക്കോസ് 5:17 പറയുന്ന ആ ശക്തി വഹിക്കാൻ 2025 ആരുണ്ട്? ഹലോ, ഈ ശക്തി നീ വഹിച്ചാൽ, ഈ ശക്തി നീ വഹിച്ചാൽ. ഒരിക്കലേ ഒരു യോഗത്തിലൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ അവസാനം നിങ്ങളുടെ വീടുകളിലോ എവിടെയെങ്കിലും ഏതെങ്കിലും രോഗികൾ
എഴുന്നേക്കാൻ വയ്യാതെ കിടപ്പുണ്ടെങ്കിൽ കരങ്ങളിലെ കർച്ചീഫ് എടുക്കാൻ പറഞ്ഞു. എല്ലാ ദൈവമക്കളും എടുത്തു. പക്ഷെ ഒരു സഹോദരിക്ക് മാത്രം കർച്ചീഫ് കിട്ടിയില്ല, എവിടെയോ മിസ്സായി. അവൾ എടുത്തത്, അവൾ ഇങ്ങനെ വിശ്വസിച്ചു, പാസ്റ്റർ പറഞ്ഞത് കർച്ചീഫ് എടുക്കാനാ. അവൾ ഈ കർച്ചീഫിലൊന്നും കാര്യമില്ല, വിശ്വാസത്തിലാണ്. ഇവക്ക് കിട്ടിയത് അതിനകത്ത് മടക്കി വെച്ചിരുന്നൊരു പേപ്പറാണ്. അവളുടെ വീട്ടിൽ ഒരാൾ സ്ട്രോക്ക് വന്ന് കിടക്കുമായിരുന്നു. ഇവൾ ഈ എന്തുവാ ഒരു പേപ്പർ കഷ്ണം മടക്കി വെച്ചിരുന്നു. ഈ മെസ്സേജൊക്കെ എഴുതാൻ വേണ്ടി നമ്മളൊക്കെ വയ്ക്കാറുള്ളത് പോലെ ഈ പേപ്പർ കഷ്ണം എടുത്ത് പ്രാർത്ഥിച്ചു. ഇവള് വീട്ടിൽ ചെന്ന് ആ രോഗിയുടെ മേൽ ഈ പേപ്പർ ഇട്ടതും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും സ്റ്റാൻലി പാസ്റ്റർ അദ്ദേഹം പ്രവചനം പറയാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞൊരു വാക്കാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരെ ആരാധനയ്ക്ക് പാസ്റ്റർ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ആരാധനയ്ക്ക് ഒന്ന് കിടന്ന് നമ്മൾ കിഴിഞ്ഞ് വിളിച്ചിട്ട് വരുന്നില്ല. ഡിസംബറിലോ ജനുവരിയിലോ അദ്ദേഹം പറഞ്ഞ വാക്കാ. ഹല്ലേലൂയ. പക്ഷെ ഞാനത് പ്രവചനമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നേ. ഞാൻ വിശ്വസിക്കുന്ന അളവിലാണ് എനിക്ക് സംഭവിക്കുന്നേ. ആമേ. അടുത്ത അദ്ദേഹം പറഞ്ഞൊരു വാക്കാ, ഇനി ഒരു കാലം വരും. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, ഇനി ഒരു സീസൺ വരും, ഒന്ന് കാണാൻ കിട്ടാത്ത. പാസ്റ്റർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് വേറെ ഒരു കുറുക്കു വഴിയുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ശക്തിയെ വഹിക്കുക. ഇതിനു വേണ്ടി നിങ്ങൾ തയ്യാറാണ് ഈ ശക്തിയെ വഹിക്കാൻ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെ ശ്രീധ ബ്രദറൊക്കെ ഇപ്പം എപ്പം നോക്കിയാലും മേപ്പൊക്കെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ കടയിലെങ്കിലും കാണും. സ്തോത്രം. ഈ ശക്തി വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ കാണാൻ വീട്ടുകാർ കൊതിക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നേ. ഇന്ന് പകലൊരു ശക്തി നമ്മുടെ മേൽ വന്നാൽ, ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട്, അപ്പനും അമ്മയും പുറത്തു വന്ന് വെയിറ്റ് ചെയ്ത് നിന്നു. എന്തിനറിയോ? യേശുവിനെ ഒന്ന് കാണാൻ. എന്താ കാര്യം? കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഏറ്റെടുക്കാൻ പറ്റുമോ ഈ ശക്തിയെ? സ്വീകരിക്കാൻ പറ്റുമോ ഈ ശക്തിയെ? ഇന്ന് പകൽ ആ ശക്തിയുടെ കൈമാറ്റം right now. The power of the Spirit. The power of the Spirit. Power. പ്രാപിക്കുക. എത്ര പേർക്ക് പറയാൻ പറ്റും? ഐ നീഡ് ദിസ് പവർ. എനിക്ക് ഈ ശക്തി വേണം. സമയം കഴിഞ്ഞു പോവാ, പക്ഷെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. എനിക്ക് വേണം ഈ ശക്തി. എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്ക് വേണം ഈ ശക്തി. ഈ കാലഘട്ടത്തിൽ എനിക്ക് പ്രയോജനപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഒരു മുറിക്കകത്ത് കയറി ഇരിക്കാനുള്ള വ്യക്തിയല്ല നീ. സമയം പോകുക. കർത്താവിന്റെ വരവേറ്റ മനസ്സിനായി അതിനു മുന്നേ നീ പ്രയോജനപ്പെടണം. സുവിശേഷത്തിന്റെ ശക്തിയേറ്റ
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇതുവരെ പറഞ്ഞത് രോഗങ്ങളെ സൗഖ്യമാക്കുന്നതും ഭൂതത്തെ പുറത്താക്കുന്നതാ. ഞാൻ പറയുന്നു, ഇന്ന് പകൽ നീ തൊടുമ്പോൾ തന്നെ, അല്ലേ, വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, ഗദരദേശത്ത് കർത്താവ് കാല് വെച്ച് കഴിഞ്ഞപ്പം അവൻ്റെ അകത്തിരുന്ന ഭൂതം നിലവിളി. ഞാൻ ചുരുക്കത്തിൽ പറയാം, ആ ഭൂതം വിട്ടുപോയി. ഭൂതം എന്ത് ചെയ്തു? വിട്ടുപോയി. ഭൂതം വിട്ടുപോയപ്പോൾ ആ പുള്ളിക്കാരൻ വന്ന് യേശുവിനോട് ചോദിക്കുക, കർത്താവേ ഞാനും കൂടെ വരട്ടോ? ഞാൻ നേരത്തെ പാസ്റ്റർ പറഞ്ഞ വാക്ക് ചേർക്കുക. ഇന്ന് പള്ളി വാ എന്ന് വിളിക്കുന്നു, എത്ര വിളിച്ചിട്ടും വരുന്നില്ല. ഭൂതം വിട്ടുപോയപ്പോ മുട്ടുകുത്തിയിട്ട് ചോദിക്കുക, ഞാനും കൂടെ വരട്ടെ? ഇന്ന് പകൽ അങ്ങനെ ഒരു ശക്തി നമ്മൾ പ്രാപിച്ചാൽ, ഈ ശക്തി നമ്മൾ ഏറ്റെടുത്താൽ, ചിലരിങ്ങോട്ട് ചോദിക്കും, ഞാനും കൂടെ ആരാധനയ്ക്ക് വരട്ടോ? ഞാനും കൂടെ ആരാധനയ്ക്ക് വരട്ടോ? ഇന്ന് പകൽ അങ്ങനെ ഒരു ദൈവശക്തിയുടെ ചലനം ഇന്ന് പകൽ മുതൽ ആരംഭിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇപ്പോൾ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തേ. ആ ശക്തി ഏറ്റെടുക്കേ. ഈ ദിവസങ്ങളിൽ ഈ ശക്തി ഏറ്റെടുക്കുക. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അതിനായി കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.